അവിടെ നിന്ന് ഇത് സങ്കടക്കരച്ചിലൊന്നും അല്ല കേട്ടോ, സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സ്. അപ്പോൾ ഇന്ന് എൻ്റെ 3 മന്തിലെ സ്കാനിങ് ആണ് കേട്ടോ. എത്ര പെട്ടെന്ന് 3-ാമത്തെ മാസമായത്. ഇത്രയും പെട്ടെന്ന് പോവുകയാണ്. കാരണം ഇപ്പം തന്നെ സമയം കുറച്ച് ഇതായി. 8:30 ആകുമ്പോൾ ചെല്ലണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടുന്ന് 8 മണിക്കെങ്കിലും ഇറങ്ങണം. ഇപ്പോൾ 7:50 ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി. നീനു ബേബിനെ കൊണ്ടുപോകണില്ല, കാരണം അമ്മ അനിയത്തിയൊക്കെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ നീനു ബേബിനെ കൊണ്ടുപോകണില്ല, ഞാനും ഏട്ടനും മാത്രമായിട്ടാണ് പോണത്. സ്കാനിങ് ഉണ്ട്, പിന്നെ ബ്ലഡിൻ്റെയും യൂറിൻ്റെയൊക്കെ റിസൾട്ട് കൊടുത്തതിൻ്റെ ചെക്ക് ചെയ്യാൻ കൊടുത്തതിൻ്റെ റിസൾട്ട് വരും. പക്ഷേ എനിക്ക് ആ റിസൾട്ടിലൊരു ടെൻഷനുണ്ട്. കാരണം ഹെൽത്ത് സെൻ്ററിൽ ഓൾറെഡി ചെക്ക് ചെയ്തതിനകത്ത് കുറച്ച് കുറവുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇനി ഡോക്ടറിന് എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും പോവുകയാണ്. ഞാൻ പോയി മുഖമൊക്കെ ഒന്ന് റെഡി ആവട്ടെ. ഓക്കെ, നീനു ബേബി അവിടെ കിടക്കുവാണ്. ഞാൻ പെട്ടെന്ന് റെഡി ആവാം. അതിൻ്റെ ഇടയ്ക്ക് അവളെ എഴുന്നേൽക്കുകയാണെങ്കിൽ ഫീഡ് ചെയ്യാൻ വേണം. ഏട്ടൻ പോയി പെട്ടെന്ന് റെഡി ആവും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. 8:15 കേട്ടോ. നല്ല ലേറ്റ് ആയി. 8:30 ആകുമ്പോഴത്തേക്കും അവിടെ എത്തണം. ഇവിടുന്ന് 10-20 മിനിറ്റെങ്കിലും വേണം അങ്ങ് എത്താൻ. അവിടെ ചെന്നിട്ട് ഇനി ടോക്കൺ എടുക്കണം. എൻ്റെ ഡോക്ടർ തന്നെയാണ് കേട്ടോ സ്കാൻ ചെയ്യുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ദേവക്കുട്ടി മാം തന്നെയാണ് സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. എന്താണ് ഈ സ്കാനിങ്ങിൽ എന്തൊക്കെ, ഈ സ്കാനിങ്ങിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുമല്ലോ, 3rd സ്കാനിങ്ങിൽ, 3-ാമത്തെ മാസത്തിലെ സ്കാനിങ്ങിൽ. അപ്പോൾ എല്ലാം അറിയണം, പിന്നെ റിസൾട്ടുകളെല്ലാം വരും. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. അച്ഛൻ ഓൾറെഡി വീട്ടിൽ നിന്ന് ഛർദ്ദിച്ചിരിക്കുവാണ്. ഇപ്പം ഒന്നുകൂടെ ഛർദ്ദിക്കാനായിട്ട് തോന്നുന്നുണ്ടല്ലേ? രാവിലെ ആയതുകൊണ്ട് വല്ലാത്തൊരു, പിന്നെ ടാബ്ലറ്റും തീർന്നു. ഇന്ന് ടാബ്ലറ്റ് ഡോക്ടറിന്റെ എഴുതി മേടിക്കണം. ഇന്നലെ ടാബ്ലറ്റ് കഴിക്കാത്തപ്പോ എനിക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. എപ്പോഴും പ്രശ്നം വരണമെന്നില്ലല്ലോ. ഇപ്പൊ ഫുഡും കഴിച്ചില്ല, രാവിലെ ഫുഡ് കഴിച്ചില്ലല്ലോ. രാവിലെ എണീറ്റ് 6:30 എണീറ്റ്, അതുകൊണ്ടായിരിക്കാം ചിലപ്പോ ഛർദിന്റെ 6:30 എണീറ്റിട്ട് നമ്മൾ ലേറ്റ് ആയി. അതെ, നമ്മൾ കുറച്ച് വെള്ളം മേടിച്ചോണ്ട് സ്കാനിങ്ങിന് പോവാട്ടോ. വെള്ളം കുടിച്ചിട്ട് വയറെ ഇറക്കണം അച്ഛന്. ഗൈസ്, ഈ തൊട്ട് ബാക്കിൽ കാണുന്നതാണ് കേട്ടോ സ്കാനിങ് റൂം. നമ്മുടെ ഡോക്ടർ അതിനകത്തുണ്ട്. അപ്പം മുട്ടി വിളിച്ച് നോക്കി, പക്ഷേ ഒന്നും റെസ്പോൺസ് ഒന്നുമില്ല. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവുമോ എന്തോ, എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ നമ്മൾ ഈ ഏരിയയൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ നടക്കുന്നത്, ഞാൻ നടക്കുന്നത്, സ്പീഡിന് നടക്കുന്നത്. ഇതിൻ്റെ അകത്തോട്ടാണ് ലേബർ റൂം വരുന്നത് കേട്ടോ. ലേബർ റൂം അപ്പുറത്താണ് ഓപ്പറേഷൻ തിയേറ്റർ വരുന്നത്. ഇവിടെയാണ് ലേബർ റൂം വരുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു റെസ്റ്റ് അടിക്കുന്നു. പക്ഷേ ഇവിടെ വന്നിരുന്നപ്പോഴേ എനിക്ക് മൈൻഡിന് പ്രത്യേക ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നത്. എന്താണ് അത്, ഇതിൻ്റെ അകത്തോട്ടായിരുന്നു നമ്മുടെ റൂം വരുന്നത്. ഇതിൻ്റെ അകത്ത് അങ്ങേയറ്റമായിരുന്നു റൂം. ഞാൻ മെമ്മറീസ് അല്ലേ. ഈ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങി നടന്ന ഓർമ്മയുണ്ടോ? ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങി. ഇപ്പൊ ഇവിടെ ഒരു ഷോപ്പാണ് ഉള്ളത് കേട്ടോ. ആ ഷോപ്പിന്റെ മൂലയ്ക്ക്, ആ ഷോപ്പ് മുമ്പ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ മൂലയ്ക്കിരുന്നായിരുന്നു ഏട്ടൻ സംസാരിക്കുന്നതൊക്കെ. അതൊക്കെ ഭയങ്കര നൊസ്റ്റു അടിക്കുന്ന നെല്ലിക്കാണ് കേട്ടോ. മസാല ദോശ പ്രതീക്ഷിച്ചാണ് വന്നത്, പക്ഷെ മസാല ദോശ ഇല്ല. അതുകൊണ്ട് നമ്മൾ ദോശയും കറിയും ഓർഡർ ചെയ്തു. ചായ പറയാൻ മറന്നുപോയി. ഇവിടെ കൊണ്ട് സെർവ് ചെയ്യുമ്പോഴത്തേക്ക് അവരത് പറഞ്ഞു നോക്കാം, ചിലപ്പോൾ ചായ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് മുകളിൽ പോയി കുടിക്കാം. മുട്ട ഏട്ടൻ തിന്നണേ, മുട്ട കുഴപ്പമില്ല ഗൈസ്, ടേസ്റ്റ് ഉണ്ട്. ഞാൻ തിന്ന് നോക്കി, കുഴപ്പമില്ല ഗൈസ്. ഫുഡ് കഴിച്ച് ഇനി എനിക്കൊരു ആഗ്രഹവും കൂടെ ഉണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു കുഞ്ഞാവെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ. കാരണം ആ മെറ്റേണിറ്റിയുടെ വാർഡിൻ്റെ സൈഡിൽ ഇരിക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് തോന്നുന്നു. ഏതെങ്കിലും ഒരു കുഞ്ഞാവെ കാണാൻ പറ്റിയായിരുന്നെങ്കിലും. നമുക്ക് കാണാൻ പറ്റുമോ എന്ന് നോക്കാം. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അടുത്തൊക്കെ അല്ലേ ഇരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റേ ആ NICയുടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുമായിരിക്കും. ഇങ്ങനൊരു തമ്പനയിലുണ്ട് നമ്മൾ പ്രസവമുറിയുടെ. നമ്മളെ റീലില്ലേ, അതിവിടെ നിന്നല്ലേ കേട്ടോ ഫോട്ടോ എടുത്താൽ, താഴെയാന്ന് തോന്നില്ലേ. ആ, സത്യമായിട്ട് ഭയങ്കര സന്തോഷം തോന്നുന്നു എനിക്ക്. ഭയങ്കര അന്നത്തെ മെമ്മറീസ് ഇങ്ങനെ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്.
ഭയങ്കര ഒരു റിലാക്സേഷൻ. ഞാൻ എന്ത് ടയേർഡായിട്ടാണെന്നറിയാവോ കാറിലിരുന്ന് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ആ സ്കാനിങ്ങിന് അവിടെ ആയിരുന്നെങ്കിൽ ഞാൻ അതേ ഇത് തന്നെ ആയിരിക്കും. പക്ഷെ ഇവിടെ ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇത് സങ്കടക്കരച്ചിലൊന്നും അല്ല കേട്ടോ, സന്തോഷക്കരച്ചില. അവിടെ നിന്നൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മള്. അതുപോലെ അവിടെ നിന്നൊക്കെ നമ്മള് വീഡിയോ എടുത്തിട്ടുണ്ട് നീനുവിനെയും കൊണ്ട്. അപ്പം എല്ലാരും കമന്റ് ചെയ്ത് ഏട്ടൻ നീനുവിന് ഉമ്മ കൊടുക്കുന്നു, പക്ഷെ എനിക്ക് ഉമ്മ തരുന്നില്ല, എൻ്റെ നെറ്റിയിൽ ഉമ്മ തന്നില്ലെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ കമന്റ് ഇട്ടായിരുന്നു ആൾക്കാർ. എനിക്ക് ഭയങ്കര സന്തോഷം. ഇവിടെ നല്ല നോയ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് സ്കാനിങ്ങിനുള്ള ഫോം ഫില്ല് ചെയ്യാൻ തന്നിട്ടുണ്ട്. അപ്പം ഫോം ഫില്ല് ചെയ്യാൻ പോവാണ് കേട്ടോ. ഫോം ഫില്ല് ചെയ്യാം. രോഗിയുടെ പേര് ഞാൻ കഴിഞ്ഞ തവണ ടോട്ടൽ നമ്പർ ഓഫ് ലിവിങ് ചിൽഡ്രൻസിൻ്റെ അവിടെയൊക്കെ 0 ആയിരുന്നു. അപ്പോൾ നമ്മുടെ നീനു ബേബി ഉണ്ടല്ലോ, നീനു ബേബിക്ക് 1 ഇയറും 5 മാസമായി. ജാനുവരിയിൽ അവൾക്ക് 6 മാസം, അതായത് 1.5 വയസ്സാവും. അപ്പോൾ ഗൈസ് സ്കാനിങ് ഒക്കെ കഴിഞ്ഞ കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നീനു ബേബിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് പോലും ആ സ്കാനിങ്ങിൻ്റെ സ്ക്രീൻ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബേബി അനങ്ങുന്നത് ഒന്നും ഞാൻ ആ 9 മാസവും ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഇത്തവണ എനിക്ക് സ്ക്രീൻ ഇങ്ങനെ കൈയൊക്കെ അനങ്ങുന്നതൊക്കെ കാണിച്ചു തന്നു കേട്ടോ. ഹാർട്ട് ബീറ്റൊക്കെ കാണിച്ചു തന്നു. ഭയങ്കര സന്തോഷമായി. ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് എല്ലാം കൊണ്ട് ഭയങ്കര സ്പെഷ്യലായിരുന്നു. വരുന്ന സമയം ഭയങ്കര ഞാൻ മൂഡ് ഓഫ് ആയിരുന്നു. സ്കാനിങ് ഇതിന് വെള്ളവും കുടിക്കേണ്ടി വന്നില്ല ഈ സ്കാനിങ്, അതുകൊണ്ട് അതിൻ്റെ സന്തോഷമുണ്ട്. പിന്നെ ഇനിയിപ്പം അടുത്ത മാസം വീണ്ടും സ്കാനിങ് ഉണ്ട്. മറ്റേ ഈ എന്താ കുഞ്ഞിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്നൊക്കെ അറിയുന്ന സ്കാനിങ് ഉണ്ടല്ലോ, അതാണ്. ബേബിക്ക് ഞാൻ പേടിച്ച കണക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ഗ്രോത്തിന്, ഒരു കുഴപ്പമില്ല. എല്ലാം നല്ല രീതിയിലുണ്ട്. മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോഴൊന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ബ്ലഡിനും ഒന്നിനും ഒരു പ്രശ്നമില്ല. പിന്നെ ആകെ പറഞ്ഞത് ഡോക്ടർ കറക്റ്റായിട്ട് വെയിറ്റ് വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ വെയിറ്റ് അല്ല, അഡ്വക്കേറ്റ് ആയിട്ടുള്ള വെയിറ്റ് വെക്കണമെന്ന് പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല ഡോക്ടർ. ഇനിയിപ്പോൾ യൂറിനകത്ത് കുറച്ച് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കൾച്ചർ ചെയ്യാൻ കൊടുക്കണം. പിന്നെ BP ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം കഴിഞ്ഞ തവണത്തെ വരവിന് കുറച്ചൊരു BP കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊന്ന് ചെക്ക് ചെയ്തിട്ട് പോ. കഴിഞ്ഞ തവണ അത് ഇല്ലായിരുന്നെങ്കിലേ ഉള്ളൂ സംശയിക്കാൻ, കാരണം അത്രയ്ക്ക് ടെൻഷനിലാണ് വന്നത്. അപ്പോൾ എന്തായാലും അതുകൂടെ പോയൊന്ന് ചെക്ക് ചെയ്തിട്ട് വീട്ടിൽ പോവാം. യൂറിൻ കൾച്ചർ ചെയ്യാൻ കൊടുത്ത്, അതുപോലെ തന്നെ പ്രഷറൊക്കെ ചെക്ക് ചെയ്ത്. പ്രഷർ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നോർമലാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും നേരത്തെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന ആദ്യമായിട്ടാണ് അല്ലേ ഏട്ടാ? അതെ. പക്ഷേ യൂറിൻ കൾച്ചർ ചെയ്യാൻ കൊടുത്തില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മുന്നേ എടുക്കാമായിരുന്നു. ഫാർമസിയിൽ നിന്ന് മരുന്നൊക്കെ എടുത്ത്, അപ്പോൾ അതിനും കുറച്ച് സമയം പോയി. അതാണ് ഇപ്പൊ ലേറ്റ് ആയത്. 11:30 ആയി. ഇത്രയും നേരത്തെ ഇറങ്ങുന്ന ആദ്യമായിട്ടാണ്. ഞങ്ങൾ വിചാരിച്ചു ഉച്ചയ്ക്കാവും, ഒരു ഉച്ചരയൊക്കെ ആവുമെന്നാ വിചാരിച്ചത്. സത്യത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അച്ചുവിന് ഡോക്ടർ ഇങ്ങനെ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ എനിക്കിവിടെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എനിക്ക് ഏട്ടനെ വിളിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അല്ല, ഇനി നെക്സ്റ്റ് ടൈം അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം എന്തായാലും താഴെ ആയിരിക്കും. വലിയ സ്കാനിങ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള ഇടയ്ക്ക് ഏതെങ്കിലും സ്കാനിങ്ങിന് പറ്റുമെങ്കിൽ. പക്ഷെ എനിക്കിവിടെ കാണാം ഡോക്ടർ പറഞ്ഞ് പറന്ന് നടക്കുന്നു. പറന്ന് നടക്കന്നെ. നല്ല രസമായിരിക്കും. പക്ഷേ എനിക്ക് 2.5 മാസം കംപ്ലീറ്റ് ആയി കേട്ടോ. കാണാനുള്ളായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമുക്ക് സ്കാനിങ്ങിന്റെ റിപ്പോർട്ടിനകത്ത് മറ്റേ ഒന്നും അറിയത്തില്ലല്ലോ. ഇങ്ങനെയൊക്കെ കാണുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു വിഷയം മേടിക്കേണ്ടി വരും. വീണ്ടും വണ്ടിയിലോട്ട് കയറിയപ്പോ ഞാൻ വീണ്ടും ടയർഡായി. അതെ. പിന്നെ ഡോക്ടർ ഇങ്ങനെ പറയും കോൺഫിഡൻസ്, 1 മാസവും കൂടെ മതിയല്ലോ. അത് മാത്രല്ല ഇവിടെ ഇഷ്ടം പോലെ നടക്കാനുണ്ട് കേട്ടോ.
നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റൽ ഇഷ്ടം പോലെ നടക്കാനുണ്ട്. ഇഷ്ടംപോലെ ഇങ്ങനെ കെട്ടിയിട്ടേക്കോ. അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ ഇങ്ങനെ നടന്നോണ്ടേ ഇരിക്കും. നമ്മൾ ഇന്ന് ഒരു ബിൽഡിങ്ങിന്റെ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ നമ്മൾ നടന്നു. പക്ഷെ എന്റെ ആ ആഗ്രഹം മാത്രം നടന്നില്ല. എനിക്കൊരു ഡെലിവറി ഇങ്ങനെ തരുന്നത് കാണണം. പക്ഷെ ഒരു കുഞ്ഞ് അതുവഴി പോയി. പക്ഷെ കുഞ്ഞ് പോയി എന്ന് പക്ഷെ ഞാൻ ചോദിച്ചു നഴ്സിനെ. ഇന്ന് ഡെലിവറി ഒന്നും ഇല്ല. പിന്നെ എന്റെ ഡെലിവറി നമ്മൾ കഴിഞ്ഞ ഡെലിവറി ഉണ്ടല്ലോ നീനു ബേബിയുടെ സമയത്ത് നമ്മളെ കൂടെ നിന്ന നഴ്സിനെ ഞാൻ കണ്ടു. എന്നെ കണ്ടപ്പോ തന്നെ മനസ്സിലായി കേട്ടോ. ഭയങ്കര സന്തോഷായിരുന്നു. 2-3 പേരെ കണ്ട്. അവിടെ അറിയാവുന്ന സ്റ്റാഫ് അറിയാവുന്നവരെ കണ്ട് ഭയങ്കര സന്തോഷമായി. അതും ആ ഡെലിവറി റൂമിന്റെ അടുത്ത് വെച്ച് എന്നെ കണ്ട് ഭയങ്കര സന്തോഷമായി എനിക്ക്. ഇത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞ എനിക്ക് അങ്ങ് വീട്ടിൽ പോണായിരുന്നു പട്ടിക്ക് ഫുഡ് കൊടുക്കാൻ. പക്ഷെ വീട്ടിൽ പോണായിരുന്നില്ല. വീട്ടിൽ പോണം. രാവിലെ അച്ഛൻ്റെ അമ്മ ഫുഡൊക്കെ റെഡിയാക്കി. പക്ഷെ നമ്മള് തിരക്കിന്റെ ഇടയിൽ എടുക്കാൻ മറന്നുപോയി. ഇനി വല്ല പെഡിഗ്രി വല്ലതും കൊണ്ട് കൊടുക്കാനേ പറ്റത്തുള്ളൂ പാവം ലച്ചുവിന്. ഗൈസ് നമ്മുടെ പ്ലാൻ മാറി. നമ്മള് തിരിച്ച് വീട്ടിലോട്ട് തന്നെ വന്ന് പരവൂരോട്ട് വന്ന് ഇനി ബേബി ഇവിടെ ഉറങ്ങാം. കാരണം ഇത്രയും നേരത്തെ നമ്മൾ ഇളമാടോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത്രയും താമസിച്ചിട്ടേ വരാൻ പറ്റുള്ളൂ. അതുപോലെ എനിക്ക് ഒട്ടും വയ്യ. ഞാൻ പറഞ്ഞ് ഏട്ടത്ത് പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കാം, ഏട്ടൻ പോയിട്ട് വരാന്ന്. നീ ബേബി അല്ലേ ഇവിടെ എഴുന്നേറ്റിരിക്കുന്നു. ഉറങ്ങി ഉള്ള 1 മിനിറ്റ് നേരം പോലും കിടന്നില്ല. അമ്മയ്ക്ക് തരൂല, അച്ഛനാണേച്ച് കൊടുക്കുമായിരിക്കും. അപ്പോൾ കൈസ് ഉച്ചയ്ക്കുള്ള ലഞ്ച് പുറത്തുനിന്നായിരുന്നു കേട്ടോ. നല്ല മീൻ വറുത്തതും തോരനും അവിയലും ചീനിയും അച്ചാറും പുളിശ്ശേരി സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അപ്പച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ 69ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ മോനൂസിൻ്റെ വക ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഫാമിലി കേട്ടോ. കുറച്ചുകൂടെ ആൾക്കാരുണ്ട്. ഇത് അപ്പച്ചിയുടെ മരുമക്കളും മോന്മാരെല്ലാം പുറത്താണ് കേട്ടോ. അപ്പോൾ നീനു ബേബിയുടെയും അവതരണങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചെറിയ രീതിയിലൊരു കേക്ക് കട്ടിങ്, വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല, നമുക്ക് സപ്തതി സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു, ഷെയർ ചെയ്തു, എല്ലാവർക്കും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നല്ല ഹാപ്പി ഡേ ആയിരുന്നു കേട്ടോ ഇന്ന് എനിക്ക് ഫുള്ള്. ഞാൻ കുറച്ച് കേക്കേ കഴിച്ചോളൂ. എനിക്ക് എന്തോ അത്ര ഇഷ്ടപ്പെടില്ല. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.